ടി ജി, ഈ സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വേണമെങ്കിൽ ഒരു ADGP ആയിക്കോട്ടെ, അയാൾക്ക് വ്യക്തിപരമായി ആരെയൊക്കെ കാണാം, ആരെയൊക്കെ കാണാൻ പാടില്ല എന്ന് എന്തെങ്കിലും വിലക്കോ മറ്റോ ഉണ്ടോ? ഒന്നുമില്ല, ഒരു വിലക്കുമില്ല. അപ്പോൾ ADGP അജിത് കുമാർ RSSൻ്റെ സർക്കാര്യവാഹകർ ദത്താത്രേയ ഹൊസബാലയെ കണ്ടു എന്ന പേരിൽ വലിയ വിവാദം നടക്കുകയാണ്. അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? ADGPക്ക് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിർബന്ധമായും എല്ലാ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തലപ്പത്തുള്ളവരുമായിട്ട് നല്ല പേഴ്സണൽ ബന്ധം ആവശ്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പലപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെയാണ് നടക്കാറുള്ളത്. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി അവസാനിപ്പിക്കണ്ടേ? ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നല്ലൊരു പേഴ്സണൽ ബന്ധം ADGPക്ക് ഉണ്ടാവണം. വിളിച്ചിട്ട് ഒന്ന് നിങ്ങളുടെ ആൾക്കാരോടൊന്ന് അടങ്ങാൻ പറയും, നമുക്കിത് കാര്യം നടത്തിക്കൊണ്ട് പോകണ്ടേ. ഇങ്ങനെ പറയാനായിട്ട് ഇവരുടെ എല്ലാം തലപ്പത്ത്, മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത്, RSPയുടെ തലപ്പത്ത് എല്ലാവരുമായിട്ടും ലോ ആൻഡ് ഓർഡറിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നല്ല ബന്ധം വയ്ക്കും. അതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം പോയി കാണുന്നത് ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് യൂണിഫോം മാറ്റി വെച്ചിട്ട് അത് പേഴ്സണൽ അല്ല. പറഞ്ഞ പോലെയാണെങ്കിൽ അതൊരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗം കൂടിയല്ലേ? നല്ല റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അല്ല. കാരണം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഒരു സംഘടനാ നേതാവിനെ ആ യൂണിഫോമിൽ ചെന്ന് കാണുന്നത് ഇനപ്രോപ്രിയേറ്റ് ആണ്. അത് വേണമെങ്കിൽ പോലീസിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനം എന്ന് പറയാം. കാരണം നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല അത്. ഇതൊക്കെ ഇപ്പോൾ അജിത് കുമാറിന് അറിയാം. ഞാൻ ഇങ്ങനെ സിവിൽ ഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ പോലും ഇൻ്റലിജൻസുകാർ ഇത് തിരിച്ചറിയും. RSS ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല. അവർ പരസ്യമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ നേതാവിനെ പോയി കണ്ടാൽ പലരും അറിയുമല്ലോ. ഒന്നുമില്ലെങ്കിൽ RSSകാരെങ്കിലും അറിയുമല്ലോ. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അതേ ഇന്ന് MR അജിത് കുമാർ വന്നിരുന്നു എന്ന് പറഞ്ഞ് പലരും അറിയും. അത് രഹസ്യമാക്കി വയ്ക്കാനേ പറ്റില്ല. രഹസ്യമാക്കി വയ്ക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ വല്ല ദുബായിക്കോ വല്ലതും പോയിട്ട് അവിടെ വെച്ച് കാണണം. ബട്ട് അങ്ങനെ അത്ര രഹസ്യമായിട്ട് വയ്ക്കേണ്ടതുമല്ല. പക്ഷേ ഒഫീഷ്യൽ വേഷത്തിൽ പോയി കാണേണ്ടതുമല്ല. ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ പെട്ടതല്ല അത്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു. ജയകുമാർ ഞാൻ അറിഞ്ഞിടത്തോളം ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ADGP അജിത് കുമാറും ജയകുമാറും ഒരുമിച്ച് പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലോ. ഏത് ജയകുമാർ? ഈ വിജ്ഞാനഭാരതിയുടെ നേതാവായ മലയാളി. അദ്ദേഹം ഇപ്പോൾ വിജ്ഞാനഭാരതി ആണെന്ന് എനിക്ക് തോന്നുന്നു. ജയകുമാർ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഒളിച്ചു വെച്ചു. ജയകുമാർ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു എന്താ ചേട്ടാന്ന് ചോദിച്ചു. ഇപ്പോൾ തിരിച്ചു വിളിക്കും. ജയകുമാർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ജാസൂസോ CIDയോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വിജ്ഞാനഭാരതിയിൽ ചുമതലയില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ചുമതലകൾ മാറുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ആസ് ഓൺ ഡേറ്റ് ജയകുമാർ വിജ്ഞാനഭാരതിയുടെ തലപ്പത്തിൽ അദ്ദേഹത്തിന് വേറെ എന്തോ ഡ്യൂട്ടിയാണ്. എന്തു വാങ്ങിക്കോട്ടെ, ജയകുമാർ കേരളത്തിൽ RSSൽ എത്രയോ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. വിജ്ഞാനഭാരതിയുടെ ഭാഗമായിട്ട് എത്രയോ പ്രോഗ്രാംസ് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ മനോരമയുമായിട്ട് ചേർന്ന് എറണാകുളത്ത്, മലയാള മനോരമ, അവരുമായിട്ട് ചേർന്ന് എറണാകുളത്ത് വിജ്ഞാനഭാരതിയുടെ പരിപാടി നടന്നിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചത് മൊത്തം ഈ ജയകുമാറായിരുന്നു. ജയകുമാർ അൺടച്ചബിൾ അല്ല എന്ന്. ഈ കുറച്ച് പേർക്ക് RSSനോട് അന്ധമായ വിരോധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം അവർ അൺടച്ചബിൾ ആകരുത്. കണ്ടാൽ കുളിക്കേണ്ട ആളൊന്നുമല്ലല്ലോ ദത്താത്രേയ ഹൊസബാല. വാട്ട് ഈസ് റോങ്? അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും തലപ്പത്തുള്ളവരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഒരു ഫോൺ വിളിയിൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം വിളിച്ചാൽ കിട്ടും. അത് നടക്കുകയും ചെയ്യും. RSSനും അതുപോലെ ബന്ധമുണ്ട്. ഞാൻ പറയാം, ഒരു 10-15 വർഷം മുമ്പാണ് എടപ്പള്ളിയിൽ RSSൻ്റെ ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചു ഒരു സ്കൂളിൽ.
ഒരു 3 ദിവസം മുമ്പ് സ്കൂൾ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, RSS ക്യാമ്പ് നടത്താൻ ഞങ്ങളുടെ കമ്മിറ്റിക്കാർ പലരും ഒബ്ജക്ഷനൊക്കെ പറയുന്നു, അപ്പോൾ ഞങ്ങളെല്ലാം തയ്യാറെടുപ്പ് എടുത്തല്ലോ, അല്ല അത് ബുദ്ധിമുട്ടാണ്. 2-3 പേര് വല്ലാതെ ഒബ്ജക്റ്റ് ചെയ്യുന്നു. ശരിയെന്ന്. അടുത്തത് വിളിച്ചത് ആരെയെന്നറിയാമോ? കാന്തപുരം മുസ്ലിയാരെയാണ്. കാന്തപുരത്തിൻ്റെ ഒരു സ്കൂള് എടപ്പള്ളിയിലുണ്ട്. മുസ്ലിയാരെ ഞാനാ, പുരുഷോത്തമൻ അല്ലെങ്കിൽ നാരായണ. എന്താ ഇങ്ങനൊരു ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്കൂളൊന്നും തരണം. അയ്യോ അത് ആകെ കാടൊക്കെ പിടിച്ച് കിടക്കണമല്ലോ, അതിൻ്റെ ഗ്രൗണ്ടൊക്കെ, അതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. മുസ്ലിയാരൊന്നും ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് പറയാം. കാന്തപുരം മുസ്ലിയാരുടെ സ്കൂളിൽ RSSൻ്റെ ക്യാമ്പ് നടന്നു. ഇത് RSSകാരുടെ ഞാൻ വിറ്റ്നസ്സാണ് ഇതിനൊക്കെ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഈ ഐഡിയോളജിക്കലി ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറരുത്, അടുക്കരുത്, കല്യാണത്തിന് പോകരുത്, ചാവടിയന്ത്രത്തിന് പോകരുത്. എന്തൊരു പണ്ടാരം! ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ? വാസ്തവത്തിൽ ഇവരുടെ എല്ലാം തലപ്പത്ത് നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. പേഴ്സണലി എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം RSSകാരനും BJPയിലും ഒക്കെ ആയിരുന്നു, പ്രചാരക്കാണ്. അദ്ദേഹത്തിന് ഡയറക്റ്റ് പിണറായി വിജയനുമായിട്ട് ഒരു ഹോട്ട് ലൈൻ ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നയാളാണ് വിളിക്കുന്നതെന്നും അത് പിണറായി വിജയൻ നേരിട്ടെടുക്കേണ്ട ഫോണാണെന്നും പിണറായി വിജയൻ്റെ ഓഫീസിലറിയാം. അദ്ദേഹം എടുക്കും, സംസാരിക്കും. ദർ ഹാസ് ടു ഹാവ് എ റിലേഷൻ. ഇനി അത് പോട്ടെ, നിരോധിച്ച സംഘടനകളുണ്ടല്ലോ, ലഷ്കർ-e-തയ്ബ, ബോക്കോ ഹറാം, ISIS, ഇന്ത്യൻ മുജാഹിദീൻ, ഇവരുടെയൊക്കെ തലവന്മാരുമായിട്ട് നമ്മളുടെ അജിത് ഡോവലിന് ഒരടുപ്പമുണ്ട്, ഒരു പേഴ്സണൽ അടുപ്പം. കാരണം വെൻ തിങ്സ് ഗോ ഔട്ട് ഓഫ് കൺട്രോൾ, മോനെ ഇത്രയും മതി കേട്ടോ, അതെ അത് പെശകാകും, അത് ഇനി വേണ്ട, അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയാം. യു ഹാവ് ടു പാസിഫൈ. ഈ നാട്ടിൽ റോഡിൽ നടക്കുന്ന കലാപം, അലമ്പ് സംഗതിയൊക്കെ ചിലപ്പോൾ എങ്ങും എത്താതെ അങ്ങ് നിന്നു പോകുന്നത് എങ്ങനെയാണ്? ഒരിടപെടലുണ്ട്. അത് പിണറായി വിജയൻ VD സതീശനോട് സംസാരിക്കും, അല്ലെങ്കിൽ MV ഗോവിന്ദൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് സംസാരിക്കും. അതിൽ തെറ്റില്ല. അവർ തമ്മിൽ കണ്ടു, സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെയാണ് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്ത് എത്ര കടുത്ത ഭിന്നതകളുണ്ടെങ്കിൽ പോലും ഒരു സമാജം, ഒരു രാഷ്ട്രം ഇത് നിലനിൽക്കണമല്ലോ. അപ്പോൾ ഒരു പരിധിക്കപ്പുറം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരിക സംഘർഷത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോകരുത്. അപ്പോൾ അതിൽ മുതിർന്നവർ ഇടപെടാനും മാത്രമുള്ളൊരു ബന്ധം അവർ തമ്മിലുണ്ടാകും. ADGP MR അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ആളാണ്. ഹി ഹാസ് ടു ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് എവരി ഓർഗനൈസേഷൻ. അത് നക്സലൈറ്റ് ആയിക്കോട്ടെ, മാവോയിസ്റ്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ബന്ധമുണ്ടാകും. അജിത് കുമാറിന് മുമ്പ് ഈ ചുമതലയിൽ ഉണ്ടായിരുന്നവരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇതാരും അങ്ങനെ ഒരു ഇവൻ്റായിട്ട് ആരും കാണാറില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശന് മറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചു. അതിപ്പോൾ അൻവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനിത് മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് സതീശൻ ഇത് പറയുന്നത്. അതെ. അല്ലെങ്കിൽ സതീശൻ പറയുമായിരുന്നില്ല. കാരണം ആ ക്രെഡിറ്റ് അൻവർ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സതീശൻ കയറി അടിച്ചതാണ്. പക്ഷേ സതീശനും ബുദ്ധിപൂർവ്വം പറഞ്ഞുകൊണ്ട് അവർ നിഷേധിച്ചാൽ ഞാൻ തെളിവ് തരാം, അവർ നിഷേധിച്ചില്ലെങ്കിൽ ഇദ്ദേഹം തെളിവ് തരില്ല, ഇതങ്ങ് പോവും. സതീശനും അറിയാം ഇത് വലിയൊരു ഇവൻ്റ് അല്ല എന്ന്. ഇനിയിപ്പോൾ നോക്കി, ഏറിയാൽ ഒരു 2 ദിവസം കൂടെ ഈ വാർത്ത കളിക്കും. അത് കഴിയുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ഇത് വേണ്ടാന്ന് പറയും. കാരണം ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ്സിനും ഒരു പങ്കുണ്ട്. അവരുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. പറയാൻ പറ്റും. അത് നോക്കിയോ, 2 ദിവസം കഴിയുമ്പോൾ ഈ ഇഷ്യൂ അങ്ങ് തീർന്നു പോകും. മറ്റൊന്ന് വരുമ്പോൾ തീരുന്നതല്ല, ഇത് സ്വാഭാവിക മരണം പ്രാപിക്കും. പക്ഷേ ഇതിനകത്ത് പുതുമയൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ പോലെ TG പറഞ്ഞ പോലെ ഒരു ADGP ഹയാത്തിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വാഹനം വിട്ട് പ്രൈവറ്റ് വണ്ടി പോയാലും സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ അറിയും. മുഖ്യമന്ത്രിയൊക്കെ വളരെ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. ഇത് അറിയുമെന്ന് ആൾക്കാർ അറിയുമെന്നുള്ള വിവരം MR അജിത് കുമാറിനും അറിയാം. അദ്ദേഹം പൊട്ടനല്ലല്ലോ. നമ്മുടെ സംവിധാനം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വേഷം മാറിയല്ല പോയത്, സിവിൽ ഡ്രസ്സിലാണ് പോയത്. അല്ല കൊമ്പമീശയും കൂളിംഗ് ഗ്ലാസും ഒരു സിഖുകാരൻ്റെ തലപ്പാവും വെച്ചാണ് പോയിരുന്നതെങ്കിൽ ശരി, പറ്റിക്കാൻ പോയി എന്ന് പറയാം. ഇത് ഈ യൂണിഫോം മാറ്റിക്കഴിഞ്ഞാലും അജിത് കുമാറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇൻ്റലിജൻസുകാരറിയും, മറ്റ് RSSകാരറിയും.
ദത്താത്രേയ ഹോസ്പിറ്റൽ ഈ ഒളിച്ച ഒരു ഗുഹയ്ക്കകത്തൊന്നുമല്ല ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും കാണും. അതിലൊരു പ്രത്യേക ഒന്നുമില്ല ഇതിൽ. ബട്ട് ഇത് സതീശന് അൻവർ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണ്ട, ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് തട്ടിവിട്ടതായിരിക്കും. അല്ല, ADGP ചെയ്തതുപോലെ തന്നെ RSSനും ഇങ്ങനൊരു സമ്പർക്കം ഉണ്ടല്ലോ, എല്ലാ വിഭാഗം ആളുകളെയും എല്ലാം അങ്ങോട്ട് പോയി കാണുക, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ഈ രാമക്ഷേത്രത്തിൻ്റെ മുമ്പായിട്ട് അക്ഷത വിതരണം നടത്തിയല്ലോ. ഒരൊറ്റ ഹിന്ദു വീട് മിസ്സാക്കിയിട്ടില്ല കേരളത്തിലെ. സകല ഹിന്ദു വീട്ടിലും, അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ആരാണെങ്കിലും ശരി, എല്ലാ വീട്ടിലും അക്ഷത വിധിച്ചിട്ടുണ്ട്. ഒരു ഇഷ്യൂവും ഉണ്ടായില്ല. എല്ലാവരും അത് വാങ്ങി വെച്ചിട്ടുണ്ട്, ആരും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇത് RSS അങ്ങനെ സമ്പർക്കം അവരിപ്പോൾ അതുകൊണ്ട് അവർ RSSകാരാകുമോ BJPക്കാരാകുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു ഈശ്വരീയ കാര്യം എന്നുള്ള നിലയ്ക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒരു ഈശ്വരീയ കാര്യം എന്നുള്ള നിലയ്ക്ക് അത് വാങ്ങി വയ്ക്കുന്നു. ചിലരൊക്കെ സാമാന്യ മര്യാദ എന്നുള്ള നിലയ്ക്കും വാങ്ങി വെച്ച് കാണും. ഇതത്ര ശരിയൊന്നുമല്ല, ഏതായാലും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം? കേരളത്തിലെ ഈ VD സതീശനൊക്കെ സംഭവിക്കുന്നത്, അരുന്ധതി റോയുടെ ഒരു ടൈറ്റിലുണ്ടല്ലോ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ. ഇതാണ് VD സതീശൻ. യെസ്, നോ മേജർ ഇഷ്യൂ അറ്റ് ഓൾ. എല്ലാം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ. അയാളെ കണ്ടു, അതാണ് ഇതാണെന്ന് അത് ഏറ്റുപിടിക്കാനായിട്ട് അതിലും മന്ദബുദ്ധിയായിട്ടുള്ള ബിനോയ് വിശ്വം, ഇതിൻ്റെ രണ്ടിലൊന്നറിഞ്ഞിട്ട് ഞങ്ങൾ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തേക്ക് മുണ്ട് മടക്കി കുത്തി ആശാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ രണ്ടിലൊന്നറിയാൻ ഒരു ചുക്കുവിൽ വെറുതെ ഇല്ലാത്ത ഒരു പ്രശ്നത്തെ ചൊല്ലി ബഹളം വയ്ക്കുകയാണ്. ബിനോയിയുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യത്തിൻ്റെ രണ്ടിലൊന്നറിയാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ആ രണ്ടിലൊന്നറിയാനായിട്ട് ഇപ്പോൾ KE ഇസ്മായിലിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അത് പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നൊന്നുമില്ല. ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ്. RSSകാരെ ഒരുപാട് പേര് കാണാറുണ്ട്, RSSകാർ അങ്ങോട്ട് പോയും കാണാറുണ്ട്. ഇതിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് RSSകാരനെ ഒരു ADGP കണ്ടു, വലിയ കുഴപ്പമാണ്. ഞാൻ എന്ത് പറയാനാണ്? ഈ നമ്മുടെ MM ലോറൻസ് നിരവധി തവണ RSSലെ ഒരു നേതാവ് പോയി അദ്ദേഹത്തെ കാണുമായിരുന്നു. അവർ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. തൊഴിലാളി രംഗം BMSൻ്റെ സുപ്രീം നേതാവായിരുന്നു ദത്തോപാന്ത് ഠേങ്ക്ഡി. ഇദ്ദേഹവും P ഗോവിന്ദപിള്ളയും തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. അവർ P പരമേശ്വരൻ്റെ വീട്ടിലെ എന്തോ ഒരു ചടങ്ങ്, അതിന് ഈ രണ്ടുപേരും വന്നിരുന്നു. അപ്പോൾ ഇവർ മുറ്റത്ത് ഒരു വേലിപ്പത്തൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 2 പ്ലാസ്റ്റിക് ചെയറുമായിട്ട് പോയി ഇരിക്കുന്നു, സംസാരിക്കട്ടെ. ചെയർ വേണ്ട, നിന്ന് തന്നെ സംസാരിക്കുന്നു. രണ്ടുപേരും ദീർഘനേരം സംസാരിച്ചു. വേണമെങ്കിൽ അതൊരു രഹസ്യ സംസാരം എന്ന് പറയാം. കാരണം മുറ്റവും കഴിഞ്ഞ് വേലിക്കൽ പോയിട്ട് അതിൻ്റെ ചീമക്കൊന്ന പത്തലിൽ പിടിച്ചാണ് സംസാരം രണ്ടുപേരും. പക്ഷേ അവർ തമ്മിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസും ഉണ്ട്. ബട്ട് കണ്ടു, സംസാരിച്ചു, ഒരുപാട് കാര്യം സംസാരിക്കും, ഐഡിയോളജിയും സംസാരിക്കും. ഇദ്ദേഹം വലിയ തൊഴിലാളി നേതാവാണ് ദത്തോപാന്ത് ഠേങ്ക്ഡി. P ഗോവിന്ദപിള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യനാണ്. രണ്ടുപേർക്കും നല്ല ഡീപ്പ് നോളജുണ്ട്. ഠേങ്ക്ഡിജിയും സകല കാര്യം ലോകകാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന മനുഷ്യനായിരുന്നു. സംസാരിക്കണമല്ലോ. അതൊക്കെ കാരണം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ ഐഡിയോളജിയുടെയും പാർട്ടിയുടെയും സംഘടനയുടെയും ഒക്കെ അപ്പുറത്താണ് മനുഷ്യൻ, സമാജം എന്ന് പറയുന്ന സാധനം. അതിനെ നിലനിർത്തുന്നത് രാഷ്ട്രം. ആ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അതുകൊണ്ട് ഒരു മിനിമം ബന്ധം, ഒരു അപകടം വന്നാൽ അയ്യോത്തൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിക്കാനും സംസാരിക്കാനും പക്വതയോടെ അത് കൈകാര്യം ചെയ്യാനും ഇവരൊക്കെ തമ്മിൽ ബന്ധം ആവശ്യമാണ്. അതുകൊണ്ട് അജിത് കുമാർ പോയി കണ്ടതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, അദ്ദേഹം ഇനിയും കാണണം, ഇനിയും റാപ്പോർട്ട് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ കേരളം എന്നുള്ള സംസ്ഥാനം നമുക്ക് നേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല, ഇത് അറിഞ്ഞുകൂടാത്തവരല്ല ഈ ബഹളം ഉണ്ടാക്കുന്നത്. അല്ല, രാഷ്ട്രീയത്തിൽ പോയിൻറ്റ്സ് കുറയും. അതാണ് ഞാൻ പറഞ്ഞ 1-2 ദിവസം നിൽക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ നേരത്തെ തന്നെ സതീശനെ അറിയാം. അതുകൊണ്ടാണല്ലോ സതീശൻ പറഞ്ഞത് ഇവർ നിഷേധിച്ചാൽ തെളിവ് പുറത്ത്. ഈ തെളിവ് കിട്ടിയ പാടെ തന്നെ എങ്ങനെ വിളിച്ചു പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അതെ അതെ. അപ്പോൾ അത് ശരി, അവർക്കൊക്കെ അറിയാം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന്.
ഇനി അവരെ കണ്ട കാര്യങ്ങളൊക്കെ അജിത് കുമാർ വിളിച്ചു പറയില്ല. കാരണം അങ്ങേരെ ഒരു റെസ്പോൺസിബിൾ പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് ഞാൻ ആരെയൊക്കെ കണ്ടു എന്ന് അങ്ങേരെ വിളിച്ച് പോകാൻ പറയില്ല. അത് ഒരു സേഫ്റ്റിയാണ് ഇവർക്ക്. അവർ രാഷ്ട്രീയക്കാർക്ക് അപ്പോൾ എന്തും പറയാം, ഉദ്യോഗസ്ഥന്മാർക്ക് അത്രയും പറയാൻ പറ്റില്ല. അവർ മിതത്വം പാലിക്കും, അങ്ങനെ ഇവർ രക്ഷപ്പെടും. അല്ല, ഏതായാലും അജിത് കുമാർ നല്ല മിതത്വം പാലിക്കുന്നുണ്ട്. അദ്ദേഹം മിതത്വം പാലിക്കുന്നു എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ ആവേശം നോക്കുക, അവരിതെല്ലാം മാറ്റി വെച്ചിട്ട് അജിത് കുമാറിൻ്റെയും ദത്താത്രേയ ഹൊസബളയുടെയും പിന്നാലെയാണ്. അതെ, ബാക്കിയെല്ലാം വിട്ടു. ദത്താത്രേയ ഹൊസബളയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഒരുപാട് പേര് എന്നെ വന്ന് കണ്ടു, ഐ ഡോണ്ട് റിമെമ്പർ. ADGP എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല. ഹീ സോ അപ്രോച്ചബിൾ. ദത്താത്രേയ ഹൊസബളയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തീരെ ചെറിയ RSSകാരനാണില്ല. RSS ഒരു സ്ഥാനവും അഴിക്കുകയും ഒന്നും എനിക്കില്ല. ഇദ്ദേഹം എറണാകുളത്ത് മാധവനിവാസ് എന്ന കാര്യാലയത്തിൽ വന്നപ്പോൾ ഞാൻ പ്രാന്തപ്രചാരകനെ ഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. ശരി ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, സമയം ഫിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ രഹസ്യമൊന്നുമല്ല, ശബരിമല കാര്യമാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ആങ്സൈറ്റി വേണ്ട, മോഹൻദാസ് എന്ത് പറയാനാണെന്ന് ഞാൻ പറഞ്ഞു, രഹസ്യമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും കൂടെ ഇരിക്കാൻ സംസാരിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇദ്ദേഹത്തെ പോയി കണ്ടു, ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അരമണിക്കൂർ താമസിച്ചു കേട്ടോ, ഹി വാസ് ബിസി. ഞാൻ കാര്യം പറഞ്ഞു, ഇന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. പക്ഷേ സംഭവം കഴിഞ്ഞു, 2018 കഴിഞ്ഞാണല്ലോ ശബരിമല. ഞാൻ കാണുന്നത് 2021 22 മറ്റോ ആണ്. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മിനിമം ഡോക്യുമെൻറ്റ്സ് ഒരു 4-5 പേജ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ നിലപാട് നമുക്ക് ദോഷം ചെയ്യും, ഇത് സത്യസന്ധമായ നിലപാടല്ല. അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ കേട്ടുകൊണ്ടിരുന്നു, ചായയും തന്നു. അപ്പോഴത്തേക്ക് അടുത്ത പരിപാടിക്കുള്ള സമയമായി. ശരി പറഞ്ഞു. ഇതാണ് ദത്താത്രേയ ഹൊസബള. സോ അപ്രോച്ചബിൾ. ആൻ ഓർഡിനറി സ്വയം സേവക് ലൈക്ക് മീ ക്യാൻ ഗോ ആൻഡ് മീറ്റ് ഹിം. ഒരു പ്രശ്നമില്ല, ആരും തടസ്സപ്പെടുത്തില്ല. വിവാദ വിഷയം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അല്ലാതെ അവരെന്നോട് ചോദിച്ചില്ല കേട്ടോ, പ്രാന്തപ്രചാരൻ എന്താ ചേട്ടാ കാര്യം, എന്ത് പറയാനാ, ഈ ചോദ്യം ഇല്ല. കാണണോ? ശരി, കണ്ടു, സമയം പോലെ. ഞാനാണ് അങ്ങോട്ട് പറയുന്നത്, ഈ വിവാദ വിഷയം പറയാനാണ് ഞാൻ വരുന്നത്. ശരി, ആയിക്കോട്ടെ, അവർക്കതിൽ പരിഭ്രമമൊന്നുമില്ല. കാരണം നേരത്തെ തന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ഈ പറഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കുന്നത് കാര്യാലയത്തിൽ നിന്നാണ്. അപ്പോൾ ആൾക്കാർ ബാക്കി ഊണ് ചേട്ടാ അടിച്ച് തകർക്കുകയാണല്ലോ, ഇതാണ് കമൻറ്റ്. ഈ RSSൽ യു ക്യാൻ ഹാവ് എ കൗണ്ടർ ഒപ്പീനിയൻ ആൻഡ് ഗെറ്റ് അവേ വിത്ത് ദാറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ ശരി, അങ്ങേർക്ക് അതാണ് അഭിപ്രായം, ആയിക്കോട്ടെ. അത് സംഘടനയുടെ അഭിപ്രായമില്ല. സംഘടനയുടെ അഭിപ്രായം ഇതിന് എതിരഭിപ്രായമുള്ളവനെ പിടിച്ച് പുറത്താക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവനത് പറഞ്ഞു, ശരി, അയാളുടെ അഭിപ്രായം അതാണ്, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അയാളെ ഉപദ്രവിക്കുക, കല്ലെറിയുക, എന്നെ ആരും ഉപദ്രവിക്കാനൊന്നും വന്നില്ല. ഇതാണ് RSSൻ്റെ സ്ട്രക്ചർ. അതുകൊണ്ട് ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. മോഹൻജി ഭാഗവത്തിനെ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അദ്ദേഹം ആരെയും കാണുന്ന ആളാണ്. മോഹൻജി ഭാഗവത് കൊച്ചി എയർപോർട്ടിൽ ഞാൻ അറിയുന്നില്ല, അദ്ദേഹം വേറെ ഗേറ്റിലൂടെ കയറിയിട്ട് VIP ലോഞ്ചൊക്കെ അവിടെ ഇരിക്കുന്നു. ഞാൻ സാധാ അവിടെ ഇരിക്കുന്നു, സെക്യൂരിറ്റി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഇൻഡിഗോയിലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോഹൻജി ഭാഗവത് അവിടെ VIP ലോഞ്ചിലിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നു, VIP ലോഞ്ചിൽ ചെന്നു. അപ്പോൾ പുള്ളി ഭക്ഷണം കഴിച്ചിരുന്നില്ല, പ്രാതലൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു. എന്നോട് പറഞ്ഞു, ഇരിക്കുക, ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ ഭക്ഷണം കഴിഞ്ഞു. എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഡൽഹിക്ക് പോവാണ്. അദ്ദേഹം ബോംബെക്ക് പോവാണ്. ഇറ്റ് ഈസ് സോ ഈസി ടു മീറ്റ് ഹിം. ഇത് വലിയ കാര്യമേ അല്ല എന്ന് എനിക്കതാണ് മനസ്സിലാവാത്തത്. ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറയുന്നത്. കാരണം എന്തൊരു തിരക്കും ബഹളമാണ്. ഇതൊന്നുമില്ല നിങ്ങൾക്ക്. യു ക്യാൻ വാക്കിൻ സുനിലിനെ കാണണോ, അവിടെ പോവുക, എനിക്ക് ദത്താത്രേയജിയെ കാണണം, പിന്നെന്താ, ആയിക്കോട്ടെ, കാണും. ഇത്രയേ ഉള്ളൂ. RSS ഈസ് അബ്സല്യൂട്ട്ലി ട്രാൻസ്പെറൻറ്റ് ഇൻ ദീസ് മാറ്റേഴ്സ്. അല്ല, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു പിന്നെ വിഷമമല്ല, ഒരു എന്താ വാക്ക് കിട്ടുന്നില്ല. എന്തായാലും ഒരു തമാശയായിട്ട് തോന്നുന്നത്, എല്ലാവർക്കും അറിയാം ഇത്രയേ ഉള്ളൂ എന്ന്, എന്നിട്ട് ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയത്തിൽ ഒരു അതെ, അവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ദത്താജി ആദ്യം പൊട്ടി ഒരു ചിരിച്ചിരിക്കും. പൊളിറ്റിക്സ് है ना, बोलने दो,
എന്ന് പറയും. അത്രയേ ഉള്ളൂ. രാഷ്ട്രീയമാണ് പറയട്ടെ. അവരത് പറയട്ടെ, എന്താ കാര്യം എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.